ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1/2 കിലോ വറ്റ മീൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തുണ്ടി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു തുണ്ട് തന്നെ ഞാനൊന്ന് ചതച്ചും വെച്ചിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇത് ചെറിയുള്ളിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ തന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 കപ്പിന്റെ അടുത്തുണ്ടാവും. 1/2 കപ്പിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടാവും. ഇത് തേങ്ങയുടെ 2/2 പാലാണ്. ഇത് കൊടംപുളി ഞാനൊരു ചുടുവെള്ളത്തിൽ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് കേട്ടോ നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് മീൻകറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തേങ്ങാപ്പാൽ വെച്ച് മീൻകറി ഉണ്ടാക്കുന്നത് നമ്മൾ മൺകലത്തിലാണ് കേട്ടോ. അപ്പൊ മൺകലത്തിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പൊടികളിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ചേർക്കാം. 3 പച്ചമുളക്, 4-5 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ഇഞ്ചി ചതച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, 2 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് കൊടംപുളി ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങയുടെ 2/2 പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതില് 2 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനുശേഷം ഇതിന്റെ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അപ്പൊ ഞാൻ ആ മിക്സ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ ചേർക്കാം കേട്ടോ. മീൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കാനായിട്ട് പറ്റില്ല. കാരണം മീനൊന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ആ മൺകലത്തിനെ ഒന്നിങ്ങനെ ചിറ്റിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഒന്ന് നന്നായി മിക്സ് ആയിക്കോളും. അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 1/4 പാലാണ് ചേർക്കേണ്ടത്. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ഗ്യാസിലാണെങ്കിൽ സിമ്മ് കുറച്ച് വെക്കുക, അല്ല വിറകടുപ്പിലാണെങ്കിൽ വിറകൊന്ന് മാറ്റി
വെക്കുക. എന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് താളിക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് അങ്ങോട്ട് എടുത്തൊഴിക്കാം. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ച് മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം.